പ്രിയമുള്ളവരെ, വചനജ്വാല 1581 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 29 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 9 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറൂസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. അതിനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകൂട്ടങ്ങളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അതുല്യനായ ദൈവം കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ ചെടികളെ, ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവൻ ആര്? കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏത് ഉപദേശവൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? ആരോട് അവിടുന്ന് ഉപദേശം തേടി? നീതിയുടെ പാത അവിടത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിന്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര്? ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ്. ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു. ലെബനോൻ വിറകിന് തികയുകയില്ല. അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല. അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല. ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെയേ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും? അവിടത്തോട് സാദൃശ്യമുള്ള രൂപമേത്? ശില്പി വാർത്തതും സ്വർണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ? ആരാധനയ്ക്ക് ദരിദ്രൻ ഗ്രഹിച്ചു പോകാത്ത തടിക്കഷ്ണം തിരഞ്ഞെടുത്തു. ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ വിദഗ്ധനായ ശില്പിയെ അന്വേഷിക്കുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെ? കേട്ടിട്ടില്ലേ? ആരംഭം മുതൽക്കേ നിങ്ങളോടിത് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ? ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടവനായിരിക്കുന്നവനാണ് അവിടുന്ന്. ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ്. അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു. നട്ടയുടനെ, വിതച്ചയുടനെ, വേരെടുത്തയുടനെ അടുത്ത നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു. വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു. ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു.
നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാണുവിൻ, ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രായേലെ, എന്റെ വഴികൾ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ലേ എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തി അറ്റുവീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിന്റെ വചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ തോമസ് ബക്കറ്റിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1170 ഡിസംബർ 29 സ്വന്തം കത്തീഡ്രലിൽ വെച്ച് വധിക്കപ്പെട്ട കാന്റർബറി ആർച്ച് ബിഷപ്പാണ് വിശുദ്ധ തോമസ് ബക്കറ്റ്. ലണ്ടനിലാണ് ജനനം. പിതാവ് ഗിൽബർട്ട് ബക്കറ്റ് ജെറൂസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ 1.5 കൊല്ലം അടിമയായി താമസിച്ചു. അവിടുത്തെ മകൾ മാനസാന്തരപ്പെട്ട് ലണ്ടനിലേക്ക് വരികയും ജ്ഞാനപ്പെട്ട് ഗിൽബർട്ടിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിതാവ് ഗിൽബർട്ട് മരിച്ചതിന് ശേഷം അമ്മ തോമസിനെ ദൈവഭയത്തിൽ വളർത്തി. ഓക്സ്ഫോർഡിലും പാരീസിലും പഠനത്തിന് ശേഷം ലണ്ടനിൽ വന്ന് ഹെൻറി ദ്വിതീയന്റെ ചാൻസലറായി. ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിച്ചാകാറായെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്നു മുതൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് കൂടുതൽ അടുത്തു. 37-ാം വയസ്സിൽ ബൊളോഞ്ഞയിൽ പോയി കാനാ നിയമം പഠിച്ചു. 44-ാം വയസ്സിൽ കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ മരണശേഷം തോമസ് ബക്കറ്റ് ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു. അന്നു തന്നെ ഹെൻറി രാജാവിന്റെ ഗൂഢനിയോഗങ്ങളെ തുറന്ന് എതിർത്തു. താമസിയാതെ രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. വൈദികരുടെ കേസുകൾ ഉൾപ്പെടെയുള്ള പല കേസുകളിലും പിഴശിക്ഷകളിട്ട് ആർച്ച് ബിഷപ്പിനെ വിഷമിപ്പിക്കുകയും ആർച്ച് ബിഷപ്പ് സ്വമേധയാ വിപ്രവാസിയായി ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ആ തക്കത്തിൽ ആർച്ച് ബിഷപ്പിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ബന്ധുക്കളെ നാട് കടത്തുകയും ചെയ്തു. താൽക്കാലിക ഒത്തുതീർപ്പിനെ തുടർന്ന് തിരിച്ചു വന്നെങ്കിലും ഹെൻറി രാജാവിന്റെ കൽപ്പന പ്രകാരം കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റിനെ വധിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ആർച്ച് ബിഷപ്പും രക്തസാക്ഷിയുമായ വിശുദ്ധ തോമസ് ബക്കറ്റിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.